കയറുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് വലിയ തരത്തിലുള്ള ബന്ദോബസ്ത് തീർക്കുന്നുണ്ട്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രൂപത്തിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. ദീപക്, ഒന്ന് ഞാൻ സിനോജ് തോമസിലേക്ക് കൂടി പോകുന്നു. സിനോജ് ബാങ്കിന്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. അവിടേക്ക് പ്രവർത്തകർ ഇരച്ചു കയറുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് നേരത്തെ ബാങ്കിനകത്തേക്ക് കയറുന്നത്. എന്താണ് അവിടെ കാണുന്നത് സിനോജ്? സ്മൃതി, അതായത് ഈ പ്രതിഷേധക്കാരെ ബാങ്ക് മാനേജർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ബാങ്ക് ഷട്ടറിട്ട് പൂട്ടിയതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. പോലീസ് എത്തി ബാങ്ക് തുറക്കുകയാണ്. ചർച്ചയ്ക്ക് വേണ്ടി ഓരോ യുവജന സംഘടനയിലെ 2 ആളുകളെയാണ് അകത്തേക്ക് കയറ്റാൻ വേണ്ടി പോകുന്നത്. ബാങ്കിന്റെ ഷട്ടർ തുറന്നാൽ മാത്രമേ അകത്തേക്ക് കയറാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ വലിയ പ്രതിഷേധമുള്ളതുകൊണ്ട് തന്നെ അവിടേക്ക് നീങ്ങി എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. ഒന്ന് വന്നേ. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെയും DYFIയുടെയും യൂത്ത് ലീഗിൻ്റെയും പ്രതിനിധികളുമായിട്ട് ഇപ്പോൾ ബാങ്കിൻ്റെ ആളുകളും പോലീസും സംസാരിച്ചു. ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഉറപ്പ് ലംഘിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. SLBCയും സർക്കാരും ഒരുപോലെ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തതാണ്. ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് പോലും EMI കട്ട് ചെയ്യില്ലാണ്. പക്ഷെ അത് ഇവിടെ ലംഘിക്കപ്പെട്ടു. സാധാരണ ബാങ്ക് എന്താ പറയുന്നത്? ചർച്ചയ്ക്ക് വിളിച്ചോ? ബാങ്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ മുഴുവൻ ഡെബിറ്റ് ആയിട്ടുള്ള മുഴുവൻ അക്കൗണ്ടുകൾക്കും ആ തുക തിരിച്ചു നൽകുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി പോലീസിൻ്റെ CIയുടെ നേതൃത്വത്തിലും ഇപ്പോൾ ചർച്ച നടത്തി. അതുപ്രകാരം ഇപ്പം നമ്മൾ ബാങ്ക് തുറന്ന് ആ ആളുകൾക്ക് തിരിച്ചു തുക കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ പ്രതിനിധികളും ബാങ്ക് ഉദ്യോഗസ്ഥരും ചേർന്ന് ബാങ്കിലേക്ക് കയറി ഈ തുക കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ നടത്തുന്നത്. അതുമാത്രമല്ല, യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ ബാങ്കും ബാങ്കിൻ്റെ അധികാരികളും സാധാരണക്കാരായിട്ടുള്ള ഈ പ്രളയബാധിതരായിട്ടുള്ള ആളുകളിൽ നിന്നും തുക പിടിച്ചതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. പിടിച്ച പണം ഇപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞോ ബാങ്ക്? അങ്ങനെയാണ് ബാങ്കിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ നടത്തുന്നത്. ബാങ്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെട്ടാൽ ഈ സമരം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും കടക്കും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് പറയുന്നത്. ബാങ്ക് തുറക്കാൻ പറ്റിയിട്ടില്ലല്ലോ. പോലീസ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് തുറക്കാണ്. പ്രതിനിധികൾ വരുന്നത്. മാനേജർ അവിടെ താഴെയാണോ? മാനേജറുടെ പ്രതികരണം നമുക്ക് കിട്ടേണ്ടതുണ്ട് സിനോജ്. മാനേജറുടെ പ്രതികരണം കിട്ടേണ്ടതുണ്ട്. പലർക്കും പണം അക്കൗണ്ടിലേക്ക് തിരിച്ചു നൽകി എന്നുള്ള മാനേജറുടെ വാക്ക് തെറ്റാണ്. അദ്ദേഹത്തിന്റെ വാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഉദാഹരണങ്ങൾ ആ ബാങ്കിന് പുറത്ത് തന്നെയുണ്ട്. ഓഫീസ് തുറക്കാനായിട്ടാണ് സ്മൃതി, ബാങ്ക് അധികൃതർ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇത് ഇവരെന്താ പറയുന്നത്? അതായത് നമ്മളിപ്പോൾ ഇവിടെ സ്വീകരിക്കുന്നത് വെച്ചാൽ അവർ ഇന്നലെ തന്നെ മുഴുവൻ പൈസയും തിരിച്ചടച്ചു എന്നാണ് പറയുന്നത്. ഇന്നലെ തന്നെ മുഴുവൻ പൈസയും തിരിച്ചടച്ചു. പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങളവിടെ ക്രോസ് ചെക്ക് ചെയ്തതിൻ്റെ ഭാഗമായി രാജേഷ് എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് പിടിച്ച പൈസ തിരിച്ചടച്ചില്ല. ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ രാജേഷ് ഞങ്ങളോട് വിരിച്ചു വരുത്തി DYFIയുടെ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പൈസ തിരിച്ചു കയറിയിട്ടില്ല. രണ്ടാമത്തെ വിഷയം, ഗോൾഡ് ലോൺ ഇതിൻ്റെ ഇടയിൽ പുതുക്കിയിട്ടുണ്ട്. ദുരന്തബാധിതരായിട്ടുള്ള ഗോൾഡ് ലോൺ പുതുക്കണമെങ്കിൽ ഒന്നെങ്കിൽ പലിശ അടക്കണം, അല്ലെങ്കിൽ പലിശ ഉൾപ്പെടെയുള്ള പൈസ മുതലിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പം ഒരു കാരണവശാലും ഇതിനകത്ത് നിന്ന് ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളിൽ നിന്ന് 1 രൂപയെങ്കിലും ഏതെങ്കിലും തരത്തിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് DYFIയുടെ ആവശ്യം. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി ബാങ്ക് അധികാരികൾ പോവാണ്. ഓരോ സംഘടന പ്രതിനിധികളകത്ത് പോവാണ്. എത്ര പേരെ കയറുന്നത്? ഓരോ സംഘടന ഓരോ ആളുകൾ അവിടാണ് കയറുന്നത്. അവർ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് അവർ തിരിച്ചയച്ചു എന്ന് ഉറപ്പുവരുത്തി അത് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യും ഇവർക്ക് കയറിയിട്ടുണ്ടെന്ന്. അതിനുശേഷം പരസ്യമായി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ ആര് തയ്യാറാകണം? ബാങ്ക് അധികാരികൾ. എങ്കിൽ മാത്രമേ സമരം എന്തെങ്കിലും പറഞ്ഞോ ബാങ്കുകാർ? അവരത് ആലോചിച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞത്. നേരത്തെ രാവിലെ അവരത് വലിയ പ്രശ്നം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം ഈ സമരത്തിന്റെ സമരം ശക്തമായതോടുകൂടി അതിൽ നിന്ന് അവർ പുനരാലോചന നടത്തിയിട്ടുണ്ട്. മാപ്പ് പറയുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അവർ അകത്തേക്ക് കയറാൻ വേണ്ടി ഞാൻ അകത്തേക്ക് കയറുകയാണ്. നമ്മൾ അകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. തീർച്ചയായും സിനോജ്, ഇപ്പോൾ നമുക്ക് 3 പ്രതിനിധികൾ അവിടെയുണ്ട്. സാനിയോ മനോമി, ദീപക് മലയമ്മ, സിനോജ് തോമസ്, 3 പേരും ആ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുകയാണ്. വലിയ രൂപത്തിൽ കൽപ്പറ്റ ഗ്രാമീൺ ബാങ്ക് ശാഖയ്ക്ക് മുന്നിലേക്ക് പ്രതിഷേധം ഇരച്ചെത്തുകയാണ്. ആദ്യം DYFI എത്തി, പിന്നാലെ യൂത്ത് കോൺഗ്രസ് എത്തി, പിന്നാലെ യൂത്ത് ലീഗ് എത്തി. ഇപ്പോൾ AIYF അവിടേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
ഇതേ സമയത്ത് അപ്പുറത്ത് സർക്കാരിൻ്റെ യോഗം, മുഖ്യമന്ത്രി വിളിച്ച ബാങ്കേഴ്സ് യോഗം തുടങ്ങുകയാണ് എന്നുള്ള വിവരം ലഭിക്കുകയാണ്. ബാങ്കുകളോട് ഈ തരത്തിൽ നിലവിൽ ഇവരുടെ ലോൺ തിരിച്ചുപിടിക്കുന്ന നടപടിയിലേക്ക് കടക്കരുത് എന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അഭ്യർത്ഥന അംഗീകരിക്കുന്ന രൂപത്തിലല്ല പല ബാങ്കുകളും പ്രവർത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു മാതൃകാപരമായ നിലപാടെടുത്തത് കേരള ബാങ്ക് മാത്രമാണ്. ആ ലോണുകൾ എഴുതിത്തള്ളിക്കൊണ്ടുള്ള വലിയ ആശ്വാസകരമായ നടപടി. പക്ഷേ കേരള ബാങ്കിൽ നിന്ന് മാത്രം ലോൺ എടുത്തവരല്ല വയനാട്ടിൽ ദുരന്തബാധിതരായിട്ടുള്ളത്. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശത്ത് ലോൺ എടുത്തത് പലരും സ്വകാര്യ ബാങ്കുകളിൽ നിന്നാണ്, ഗ്രാമീൺ ബാങ്കിൽ നിന്നാണ്. ഗ്രാമീൺ ബാങ്കിൽ നിന്നുള്ള നടപടിയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇത്